ബിഗ് ബോസ് സീസൺ 6 ആദ്യ എപ്പിസോഡ് കണ്ടപ്പോൾ ഈ സീസൺ അല്പം വെറൈറ്റി ഉള്ളതാവും എന്ന് പ്രതീക്ഷ. ബിഗ് ബോസ് ഹൗസിനെ കുറിച്ച് അധികം പറയാനില്ല, അടിപൊളിയായിട്ടുണ്ട്. ലാലേട്ടൻ്റെ ഇന്നത്തെ ഹൗസും ക്യാൻഡീസിനെയും പരിചയപ്പെടുത്തിയതും വളരെ കളർഫുള്ളായിട്ടാണ്. കണ്ടസ്റ്റൻസിൽ കോമണേഴ്സിനെ ആദ്യം ഒരു സെപ്പറേറ്റ് റൂമിലിരുത്തി പിന്നീട് വരുന്നവരെ എല്ലാം വാച്ച് ചെയ്യാൻ അവസരം കൊടുത്തു. ആദ്യം ലാലേട്ടൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഹൗസിലേക്ക് കയറ്റിവിട്ടത് അൻസിബയാണ്. അൻസിബയെ എല്ലാവർക്കും അറിയാം. ദൃശ്യം 2 എന്നീ ചിത്രങ്ങളിൽ ലാലേട്ടൻ്റെ മകളായി അഭിനയിച്ച നടിയാണ്. പിന്നീട് ജിൻഡോ ബോഡി ക്രാഫ്റ്റിലെ ജിൻഡോയെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. തുടർന്ന് യമുന റാണി എന്ന ആക്ട്രസ്. യമുന റാണിയെയും അധികം ആൾക്കാർക്കും അറിയാം. നാലാമതായി എത്തിയത് ഉപ്പും മുളകും ഫെയിം ഋഷി എന്ന മുടിയനാണ്. മുടിയനെയും എല്ലാവർക്കും അറിയാം. പിന്നീട് വന്നത് ജാസ്മിൻ ജാഫർ എന്ന ബ്യൂട്ടി വ്ളോഗറാണ്. തുടക്കം മുതൽ കണ്ടസ്റ്റൻറ്റ് പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ടായിരുന്ന ജാസ്മിൻ ഏതായാലും കണ്ടസ്റ്റൻ്റായി വന്നു. ആറാമതായി ലാലേട്ടൻ ഹൗസിലേക്ക് കയറ്റിവിട്ടത് സിജോ ടോക്സിലെ സിജോയെയാണ്. യൂട്യൂബ് വ്ളോഗ്സ് വഴി സിജോ എന്ന ബോഡി ബിൽഡർ ആളുകൾക്ക് പരിചിതനാണ്. ഇനി ശ്രീതു കൃഷ്ണ എന്ന ടെലിവിഷൻ താരമാണ് അടുത്തത്. വളരെ എനർജറ്റിക് ആയ ശ്രീതു ഷോയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്ന് തോന്നുന്നു. പിന്നീട് വന്നത് ജാൻമണി മറ്റൊരു സംസ്ഥാനത്ത് നിന്നും വന്ന മലയാളിയായ വ്യക്തിയാണ്. ജാൻമണിക്ക് ശേഷം രതീഷ് കുമാറാണ് വന്നത്. രതീഷ് തുടക്കത്തിൽ തന്നെ ബിഗ് ബോസ് ഹൗസിൽ ഒരു പാട്ടൊക്കെ പാടി ആണ് തുടക്കമിട്ടത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കണ്ടസ്റ്റൻ്റാണ് രതീഷ് എന്ന് തോന്നുന്നു. പിന്നീട് വന്നത് ശ്രീരേഖയാണ്. ശ്രീരേഖ ഒരു സൈക്കോളജിസ്റ്റും ഒരു ഡാൻസറും ആർട്ടിസ്റ്റും എല്ലാമാണ്. 11ാമതായി വന്നത് അസി റോക്കി എന്ന ഡ്യുവൽ പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറയപ്പെടുന്ന വ്യക്തിയാണ്. അസി റോക്കി ഒരു റൈഡറും അതേപോലെ അത്യാവശ്യം കുക്കിംഗ് വശമുള്ള വ്യക്തിയുമാണ്. അടുത്തത് അപ്സര ആൽബി എന്ന ആക്ട്രസ്സാണ്. എല്ലാവർക്കും പരിചിതയായ അപ്സര നിരവധി സീരിയലിലൂടെ സുപരിചിതയാണ്. 13ാമതായി വന്നത് ഗബ്രി ജോസ് എന്ന ആക്ടർ ആണ്. സിനിമാ നടൻ എന്നതിലുപരി ഒരു സിവിൽ എഞ്ചിനീയർ കൂടിയാണ് ഗബ്രി. വളരെ ചുറുചുറുക്കുള്ള വ്യക്തി. 14ാമത്തെ കണ്ടസ്റ്റൻറ്റ് നൂറ മുസ്കാൻ എന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. വളരെ സൈലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ പോലെ തോന്നും, എങ്കിലും കാത്തിരുന്ന് കാണേണ്ടതാണ്. അർജുൻ എന്ന മത്സരാർത്ഥിയാണ് 16ാമതായി കണ്ടസ്റ്റൻ്റായി ഹൗസിൽ എത്തിയത്. ഹൈറ്റും ഫിറ്റ് ബോഡിയും ഒക്കെയുള്ള അർജുൻ മിസ്റ്റർ കേരള 2020 ആണ്. അതുപോലെ നല്ല ഒരു മത്സരാർത്ഥിക്ക് പറ്റിയ ഫീച്ചേഴ്സും ഉള്ള വ്യക്തിയാണ്. 16ാമതായി വന്ന സുരേഷ് മേനോൻ ഒരു ഹിന്ദി ആക്ടറും കൊമേഡിയനും ആണ്. ലുക്ക് വൈസ് ഒരു വില്ലനായി തോന്നിയാലും ആളൊരു ശാന്ത സ്വഭാവക്കാരൻ എന്ന് തോന്നുന്നു. അടുത്തതായി വന്നത് ശരണ്യ ആനന്ദ് എന്ന സീരിയൽ ആക്ട്രസ്സാണ്. ശരണ്യ എല്ലാവർക്കും സുപരിചിതയാണ്. അതുപോലെ തന്നെ നല്ലൊരു മത്സരാർത്ഥി ആയേക്കും. 18ാമതും 19ാമതുമായി കോമണേഴ്സ് കാറ്റഗറിയിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ട രശ്മിൻ ഭായിയും നിഷാനിയും എത്തി. അവരെ ലാലേട്ടൻ ഒരുമിച്ചാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തതും ഹൗസിലേക്ക് അവരെത്തിയതും. അവരെപ്പറ്റി നമുക്ക് ഷോ തുടങ്ങി കഴിയുമ്പോൾ മനസ്സിലാക്കാം. എല്ലാവരും ഹൗസിൽ കയറി തമ്മിൽ പരിചയപ്പെട്ട് കഴിയുമ്പോൾ ലാലേട്ടന് പോകേണ്ട സമയമായി. അടുത്ത ആഴ്ച കാണാമെന്ന് പറഞ്ഞ് ലാലേട്ടൻ പോയ ശേഷം ബിഗ് ബോസ് എല്ലാവരെയും പരിചയപ്പെട്ടു. പിന്നീട് റൂമുകളുടെ പ്രത്യേകതയെപ്പറ്റി എല്ലാവരോടും പറയുന്നു. പവർ റൂമിൽ ഉള്ളവരാണ് എല്ലാം കൺട്രോൾ ചെയ്യുന്നതെന്നും അവിടെ എത്തിപ്പെടുക പല കടമ്പകളും കടന്ന് ആണെന്നും ബിഗ് ബോസ് പറയുന്നു. കൂടുതൽ വിവരങ്ങൾ നാളെ പറയാം എന്ന് ബിഗ് ബോസ് മത്സരാർത്ഥികളോട് പറഞ്ഞു. ഇന്നത്തെ ലോഞ്ച് എപ്പിസോഡ് കണ്ടിട്ട് മത്സരാർത്ഥികളെല്ലാം തന്നെ ഗെയിം കളിക്കാൻ വന്നവർ തന്നെയാണ് എന്ന് തോന്നുന്നു.